ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. കൂടെ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ നമുക്ക് ഈദ് പ്രമാണിച്ചിട്ട് ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാം. അധികം വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ സൂപ്പറായിട്ടുള്ളൊരു പായസം. അപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കുറച്ച് കാഷ്യൂസ് വേണം, കുറച്ച് ബദാം, 2 പഴം, ഒരു മാങ്ങ, പിന്നെ 1 ലിറ്റർ പാല്. കാഷ്യൂസിൻ്റെ കൂടെ കുറച്ച് എന്താ പറയുക, പിസ്തയും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. എൻ്റെ കയ്യിൽ പിസ്ത ഇല്ല, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിപ്പം 1 ലിറ്റർ പാലിൻ്റെ കണക്കാണ് കേട്ടോ. ഒരു മാങ്ങ, 2 പഴം. പിന്നെ നമ്മൾ ആൾ കൂടുന്നതനുസരിച്ചും അല്ലെങ്കിൽ പാലിൻ്റെ അളവ് കൂടുന്നതനുസരിച്ചും ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാം. നല്ല മധുരമുള്ള മാങ്ങ, ഇപ്പം മാങ്ങ സീസണല്ലേ, അപ്പം മധുരമുള്ള മാങ്ങ എടുക്കുക. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ 2 ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ജാറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പഴവും മാങ്ങയും കൂടി ഇട്ട് അടിച്ചെടുക്കുക. പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് യൂസ് ആക്കണ്ട, മാങ്ങ മാത്രം ഇടാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. പിന്നെ ഒരു ജാറിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും ബദാമും ഇടാം. പക്ഷേ ഇത് അധികം പൊടിയണ്ട കേട്ടോ, ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട, വെറുതെ ഒന്ന് നമുക്കൊന്ന് കറക്കിയെടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളവും ചേർക്കാതെ അരച്ചെടുത്തിരിക്കുന്നതന്നെ. പിന്നെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അധികം ഭയങ്കരമായിട്ട് പൊടിയേണ്ട, ഒന്ന് കറക്കിയെടുത്താൽ മതി ഉണ്ടാവും. അപ്പം ഇത് രണ്ടും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ ഈസിയാണ് ചെയ്യാൻ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പായസം. അപ്പോൾ നമുക്കത് ഇങ്ങനെയാണ് നോക്കാം. വെക്കുന്ന ഇതൊരു പായസം, ഇതിൻ്റെ ഒരു പാത്രം ഇതായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഒരു പാത്രം ഇതിനായിട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഈ പാലൊക്കെ ഇടുമ്പോഴേ പിരിഞ്ഞ് പോകും. നമ്മൾ എല്ലാം കൂടി ഇട്ട് യൂസ് ചെയ്യണ പാത്രം. അപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇതുണ്ടാക്കി യൂസ് ചെയ്യണ ഒരു പായസപ്പാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാല് പൊട്ടിച്ചൊഴിക്കാം. ഒരു പാലൊഴിച്ച് ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെയും ബദാമിൻ്റെയും പൗഡർ ഇങ്ങനെ ഇളക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരക്ക് പകരം മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാമത് ഇന്ന് ഈദല്ലേ, അപ്പോൾ എല്ലാവർക്കും കുറച്ച് സ്നേഹവും മധുരവും വിളമ്പാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതിനകത്തേക്ക് പഞ്ചസാര ഇടുന്നില്ല, മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പഞ്ചസാര തന്നെ ഇടാം. പക്ഷേ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡാണ് ഇടുന്നത്. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ഇടാം. ഓക്കെ, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചിട്ട്, ഏലക്ക പിന്നെ പായസത്തിൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു, ഇതധികം ഒന്നും തിളക്കണ്ട കേട്ടോ, കുറച്ച് തിളച്ചാൽ മതി. നമ്മളിതിന് മധുരം നോക്കുക. പിന്നെ മാങ്ങ ചേർത്തിട്ടില്ല. ഇതൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേഗേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്. ഇത് നമുക്ക് പായസമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡെസേർട്ടായിട്ട് ഉപയോഗിക്കാം, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈസിയാണ്, എല്ലാവരും ഉണ്ടാക്കി വെക്കണം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ജ്യൂസൊക്കെ പൊടിച്ച ആ ജാറൊന്ന് ഇത്തിരി പാലിൽ കഴുകി ഒഴിച്ച് വേറെ കുറച്ച് പാലെടുത്തിട്ടാണ്, വെള്ളം ചേർക്കണ്ടല്ലോ, പാൽ തന്നെ ഒഴിച്ചത്. ഓക്കെ, അതുപോലെ തിളച്ചപ്പോൾ തീ കുറച്ചിടാം. ഇനി മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇത് വേഗേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മാങ്ങയും കൂടി ഇടുമ്പോൾ അത് കട്ടി കറക്റ്റാകും. അപ്പോൾ നമുക്കിത് മാങ്ങ ഇതിനകത്ത് വെക്കുക, അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങ അതിനകത്ത് വെക്കട്ടെ. അപ്പം ഞാൻ പാല് എടുത്തിട്ട് മാങ്ങ അരച്ച പാത്രത്തിൽ കുറച്ച് പാല് കഴുകി ഒഴിച്ചത് ഞാൻ എൻ്റെ വീഡിയോയിൽ കിട്ടിയില്ല, കഴുകി ഒഴിച്ചത്. കാരണം നമ്മൾ വെള്ളം ചേർക്കണ്ട, പാല് തന്നെ ആകുമ്പോൾ വേറെ ഒരു ടേസ്റ്റൊന്നും വരില്ല, പാലിൻ്റെ ടേസ്റ്റ് തന്നെയല്ലേ വരുള്ളൂ. അപ്പോൾ ഞാൻ കാച്ചിയിരുന്ന ഇവിടെ ഒരു പാലുണ്ടായിരുന്നു, അതാണ് ഞാൻ 2 ജാറും കഴുകി ഒഴിച്ചത്. പിന്നെ നമ്മൾ സ്പൂണിട്ട് കറക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ യോജിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിങ്ങനെ ഒരു വിസ്ക് കൊണ്ട് കറക്കിയാൽ പെട്ടെന്ന് അത് യോജിച്ച് കിട്ടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. ഇനി നമുക്കൊരു താളിപ്പുണ്ട്. പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഫിനിഷിങ് വരണമെങ്കിൽ ഏതൊരു പായസമാണെങ്കിലും താളിപ്പുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതൊന്ന് കറക്റ്റായിട്ട് വരട്ടെ കേട്ടോ. ഒരു ഒരു ചെറിയ തടുക്ക വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് കുറച്ച് നെയ്യ്, കുറച്ചും കൂടി ഇടാം, എനിക്ക് നെയ്യ് ഭയങ്കര ഇഷ്ടം. അതിലേക്ക് നമുക്ക് കുറച്ച്
കാഷ്യൂസും റൈസിൻസും ഒക്കെ ഇടാം, നമ്മുടെ ഇഷ്ടം കേട്ടോ. പക്ഷെ അധികം ഇടാം, പെരുന്നാളൊക്കെ അല്ലേ, എല്ലാവരും ഒന്ന് റിച്ച് ആയിക്കോട്ടെ. കാരണം എൻ്റെ ഒരു മോന് എപ്പോഴും വെറൈറ്റി പായസങ്ങളാണ്. എന്താഘോഷം വന്നാലും അവൻ ചോദിക്കും, മമ്മി ഈ പ്രാവശ്യം എന്താ വെറൈറ്റി, ഈ പ്രാവശ്യം എന്താ വെറൈറ്റി. അപ്പോൾ നമ്മൾ കുട്ടികളെ നിരാശപ്പെടുത്തരുതല്ലോ. അപ്പം പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയതേ, ഇപ്പോൾ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളേ ഇത്തിരി ഉപ്പിടണം കേട്ടോ. മറ്റേ പിസ്ത ഇടുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉപ്പുണ്ടാവും. നമ്മളപ്പോൾ ഒരു പൊടിക്ക് ഉപ്പിട്ടേക്കണം ഈ പായസത്തിൽ. തന്നിട്ടുണ്ട്. നമുക്ക് പായസത്തിലേക്ക് ഇത് നമുക്ക് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡെസേർട്ടായിട്ടും യൂസ് ചെയ്യാം, പായസമായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈസിയാണ്, ടേസ്റ്റിയാണ്.